ഓം നമോ നാരായണായ നമഃ. അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ ബന്ധുക്കളെ എന്നല്ല ആരെയും കൊല്ലുകയില്ല, ഞാൻ വനത്തിൽ പോയി സന്യസിക്കാം. ഈ വാക്കുകൾ സാധാരണക്കാർ അംഗീകരിക്കാം. എന്നാൽ അർജുനൻ്റെ വാക്കുകൾ ഭഗവാനെ അത്ഭുതപ്പെടുത്തി. ഭഗവാൻ കൃഷ്ണൻ തുടർന്നു, അർജുന, നീ പിതാവാണ്, നീ പുത്രനാണ്, നീ പാണ്ഡവരുടെ സഹോദരനാണ്, നീ എൻ്റെ സുഹൃത്താണ്, നീ ധനജ്ഞനാണ്, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ധനം ശേഖരിച്ചു കൊടുത്തു, നീ ധനജ്ഞനാണ്, നീ രാജ്യത്തിൻ്റെ അവകാശിയാണ്, ജനങ്ങളുടെ സംരക്ഷകനാണ്, ഇതിനെല്ലാം ഉപരി നീ നിത്യസന്യാസിയാണ്. അങ്ങനെയുള്ള നീ എങ്ങനെയാണ് സന്യാസം സ്വീകരിക്കുക? ഭഗവാൻ തുടർന്നു, നീ നിന്റെ പിതാവ്, മാതാവ്, ഭാര്യ, പുത്രൻ, സഹോദരങ്ങൾ, രാജ്യം, ജനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയുള്ളൂ. അതിലും ഭേദം മരണമാണ്. നീ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമമെങ്കിൽ അത് നടക്കില്ല. കാരണം നിന്റെ ശത്രുക്കളായി നിൽക്കുന്ന നിന്റെ സഹോദരന്മാർ അവർ കൗരവരാണ്. അവർ കൗശലത്തോട് വഴിതെറ്റിക്കുന്നവരാണ്. നീ എൻ്റെ സുഹൃത്താണ്. നിന്നെ ഒരു മോശക്കാരനായി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ നിന്റെ നിയത കർമ്മം ചെയ്ത് നീ ഇപ്പോൾ നിത്യസന്യാസിയാണ്. സന്യാസിമാർക്കും ഉണ്ട് അവരുടെ നിയതകർമ്മം. അർജുന, നീ കേൾക്കൂ. സന്യാസി എന്നാൽ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസീച്ച യോഗീച്ച ന നിർണചക്രിയ. നീ എനിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നീ നിന്റെ നിയതകർമ്മം ചെയ്യുക. നീ ഫലം ഇച്ഛിക്കേണ്ട. കാലം നിനക്കത് നൽകും. ഭാരതത്തിൽ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അവർ കുട്ടിക്കാലം മുതൽക്കേ സന്യാസത്തിൽ താല്പര്യമുള്ളവരായിരുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ സന്യാസം സ്വീകരിക്കുന്നത് ഭീരുത്വമാണ്. നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കണക്കനുസരിച്ച് കാലം നിന്നെ അവിടെ എത്തിക്കും. അർജുനൻ യുദ്ധം ചെയ്തു, രാജാവായി ജനങ്ങളെ സംരക്ഷിച്ചു, കുടുംബത്തെ സംരക്ഷിച്ചു, തൻ്റെ കർത്തവ്യങ്ങൾ തലമുറയ്ക്ക് കൈമാറി. അവസാനം അർജുനൻ അവിടെ എത്തിച്ചു. ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്ന ഏതൊരാൾക്കും ഇതാണ് അനുഭവം. ആത്മവിശ്വാസത്തോടെ ഭഗവാനെ സേവിക്കുക, ജീവിത വിജയം നേടുക. ജയ് ശ്രീകൃഷ്ണ.